കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് അടക്കം 3 സ്ത്രീകൾ ജനറൽ സീറ്റിൽ മത്സരിക്കും. ആന്റണി കൂരിത്തറ, MG അരിസ്റ്റോട്ടൽ, ഷൈനി മാത്യു തുടങ്ങിയ പ്രമുഖരും ആദ്യ പട്ടികയിൽ ഉണ്ട്. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകും. 40 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇതിൽ 22 പേർ വനിതകളാണ്. ദീപ്തി മേരി വർഗീസ്, ശൈല തദേവൂസ്, ഷീന ഗോകുലൻ എന്നിവരാണ് ജനറൽ സീറ്റിൽ മത്സരിക്കുന്ന വനിതകൾ. കോർപ്പറേഷനിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്ര ഇത്തവണ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മാറി ഐലൻഡ് നോർത്ത് ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. വനിതാ സംവരണ ഡിവിഷനായ ഫോർട്ട് കൊച്ചിയിൽ ഷൈനി മാത്യുവും മത്സരിക്കും. CPM വിട്ടുവന്ന മുൻ ലോക്കൽ സെക്രട്ടറി ചന്ദ്രൻ വൈറ്റിലയിൽ സ്വതന്ത്രനായി മത്സരിക്കും. 76 ഡിവിഷനുള്ള കൊച്ചി കോർപ്പറേഷനിൽ 65 സീറ്റിലേക്കാണ് കോൺഗ്രസിന്റെ മത്സരം. അടുത്ത 25 സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും മേയറെ തെരഞ്ഞെടുപ്പിന് ശേഷമേ തീരുമാനിക്കൂ എന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. വിജയസാധ്യതയും പരിചയസമ്പന്നതയും കൊച്ചിക്ക് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയാവുന്ന വനിതകളെ കൂടി നിരവധി ആളുകളെ ജനറൽ സീറ്റിൽ കൂടി പരിഗണിക്കുന്നുണ്ട്. 40 പേരെയാണ് ആദ്യഘട്ടമായി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബാക്കിയുള്ള സ്ഥാനാർത്ഥിമാരെ കൂടി പ്രഖ്യാപിക്കുകയും ചെയ്യും. 100% വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് കൊച്ചി കോർപ്പറേഷനിൽ പ്രഖ്യാപിച്ചതെന്ന് എറണാകുളം MLAയും മുൻ ഡെപ്യൂട്ടി മേയറുമായ TJ വിനോദ് പറഞ്ഞു. ഇത്തവണ വിമതരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് മുൻ മേയർ ടോണി ചമ്മണിയും വ്യക്തമാക്കി. അതിനിടെ കൊച്ചി കോർപ്പറേഷനിൽ ഇടതുപക്ഷം വോട്ട് ചോരി നടത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വടുതല ഈസ്റ്റ് ഡിവിഷനിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് വോട്ട് ചേർത്തതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. അതിനിടെ ജില്ലയിലെ CPM പ്രവർത്തക ഷീബ സന്തോഷും കുടുംബവും സുഹൃത്തുക്കളും പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. നായരമ്പലം കുടുംബശ്രീ CDSൽ ഓഡിറ്റിൽ കണ്ടെത്തിയ 21 ലക്ഷം രൂപയുടെ കൊള്ളയിൽ പ്രതിഷേധിച്ചാണ് രാജി. ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയ CPIM ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. ന്യൂസ് മലയാളം, കൊച്ചി.